homies, welcome back to our family. Now we are in fantasy world. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡ് പാർട്ട് ബി ആണ്. ഇതാണ് കലാശക്കൊട്ട് ഫൈനൽ എപ്പിസോഡ്. ഒരു വർഷമായി ഗൈസ് നമ്മൾ ഈ ഗലാട്ട കല്യാണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ലാഗ് അടുപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡായി അങ്ങനെയൊക്കെ നടന്നുപോയി. ഐ എം സോ സോറി. നിങ്ങൾ ഈ FF ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോയി ഒന്നേന്ന് FF കണ്ടിട്ട് വരാണ്, എന്നാലേ നിങ്ങൾക്ക് കഥ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, സോ ചെക്കൗട്ട് ചെയ്യാടാ. അതുപോലെ തന്നെ ആദ്യം മുതലേ കണ്ടുവരുന്നവരാണെങ്കിൽ കൂടിയും ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. സോ അത്രേ ഉള്ളൂ. നമുക്കിനി നേരെ FFലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ജിനേടൻ്റെ കണ്ണിൽ നേരത്തെ എപ്പോഴോ കളഞ്ഞു പോയ ജിനേടൻ്റെ പിസ്റ്റല് കാണുകയാണ്. അത് നേരെ എടുത്തിട്ട് അനങ്ങിപ്പോരുത്, എല്ലണത്തിനെയും പൂശിക്കളയും ഞാൻ. അപ്പോൾ ഒറ്റ എണ്ണത്തിന് ഒരു കൂസലുമില്ല. സോ ആ തോക്ക് ലോഡ് ചെയ്തിട്ട് മുകളിലോട്ട് വെടിവെക്കാണ്. അതിന്റെ സൗണ്ട് കേട്ടിട്ട് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവാതെ എല്ലാവരും സ്റ്റക്കായി നിൽക്കാണ്. എല്ലാവരും ഒരു മിനിറ്റ് ജിനേട്ടനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ബാത്റൂം ഡോർ പതിയെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇവിടെ ആ റിയൽ ആയിട്ടുള്ള കില്ലറെ കാണിച്ച ആളുടെ മുഖത്തൊരു ഈവിൾ സ്മിർക്ക് വരാണ്. ആഹാ, കാലൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങേർക്ക് ചീട്ടിട്ടാ. എന്നിട്ട് അയാൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പതിയെ ഇറങ്ങാണ്. അപ്പൊ ഇവിടെ ചോയ്മുത്തശ്ശനെ കാണിച്ചാ, അയ്യോ വയറ്റിലെ തൃശ്ശൂർ പൂരം ഇതുവരെ കഴിഞ്ഞില്ലേ, ഒരു സുഖമായില്ല, ഫുൾ ഓക്കെ ആയി, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, അയ്യോ എന്നും പറഞ്ഞ് പാതി തുറന്ന ബാത്റൂം ഡോറ് തിരിച്ചടയ്ക്കാണ്. അപ്പോൾ പാതി വഴി വരെ വന്ന ആ സീരിയൽ കില്ലർ അങ്ങനെ സ്റ്റക്ക് ആവുകയാണ്. ആ ടൈം ടേ ഓടിക്കുന്ന ഹോബിച്ചൻ വന്ന് ഒരു ഇടി ഇടിക്കുകയാണ് ആ സീരിയൽ കില്ലറിനിട്ട്. ആ ഇടിയോടുകൂടി സീരിയൽ കില്ലറിന്റെ കയ്യിലിരുന്ന തോക്ക് താഴെ വീഴാണ്. മുന്നേ ടേ ചവിട്ടി പറപ്പിച്ച ഹോബിച്ചന്റെ തോക്കും അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വീണ്ടും ആ ബാത്റൂം ഡോർ ഓപ്പൺ ആവുകയാണ്. ഫ്രഷായി ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് തോർത്താൻ ടവലും എടുക്കാൻ മറന്നുപോയി. ഈ കണ്ണാടി ഇത് എവിടെ വച്ചോ ആവോ. ഇപ്പോഴും ആ റൂമിൽ പൊരിഞ്ഞാടി നടക്കാണ്. അങ്ങനെ മുത്തശ്ശൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോ കുറെ പേര് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എന്താ ഇവിടെ? ഇത് കേട്ടതും അവിടെ ബോധമുള്ളവരുടെ ബോധം പോവാണ്. അയ്യോ ഈശ്വര, തോക്ക് കണ്ടു കാണുമെന്തോ, ഞാൻ പെട്ടത് തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ കർത്താവേ. നേരെ കാലില് വീണ് സോറി ചോദിക്കാം. മുത്തശ്ശ, എന്തോന്നാ പിള്ളേരെ നിനക്കൊക്കെ കളിക്കാൻ വേറൊരിടവും കിട്ടിയില്ലേ? പുറത്തിറങ്ങിണ്ടാ. എന്തോരം വിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ചേക്കുന്ന സ്ഥലമാണെന്നറിയോ? ഇറങ്ങ്, എല്ലാണ്ടും പുറത്തിറങ്ങി, ഇല്ലെങ്കിൽ 10 വെട്ടി അടിക്കും ഞാൻ എന്നും പറഞ്ഞ് ചോയ്മുത്തശ്ശൻ ടവൽ എടുക്കാൻ പോവാണ്. ഇങ്ങേർക്ക് ഇതെന്തോന്ന് കണ്ണും കണ്ടൂടെ? ഭാഗ്യം, ജസ്റ്റ് രക്ഷപ്പെട്ട്. ശരിക്കും എന്താന്ന് വെച്ചാ കണ്ണാടി ഇല്ലാതെ ചോയ്മുത്തശ്ശന് കണ്ണ് നേരെ കാണാൻ പറ്റൂല. തൊട്ടടുത്ത് നിൽക്കുന്നവര് യമണ്ട പൊക്കമുള്ളവരെ പോലെയും ദൂരെ നിൽക്കുന്നവരെ കാണാൻ ഒട്ടും പൊക്കമില്ലാത്തവരെ പോലെയും തോന്നും. അതാണ് കുഴപ്പം. അപ്പൊ ചോയ്മുത്തശ്ശനെ കണ്ടതും ആ സീരിയൽ കില്ലർ നേരെ താഴെ വീണ് കിടക്കുന്ന തോക്കും എടുത്ത് ചോയ്മുത്തശ്ശന്റെ നേരെ ചൂണ്ടാണ്. ഇത് ജിന്നേട്ടൻ കാണുന്നുണ്ട്. അപ്പോ തന്നെ ഹോബിച്ചന് താഴെ വീണ് കിടക്കുന്ന തോക്ക് എടുക്കാനായി ആദ്യം വീയെ തള്ളി താഴെ ഇടാണ്. എന്നിട്ട് ആ തോക്കും എടുത്ത് ചോയ്മുത്തശ്ശനെ എയിം ചെയ്ത് നിൽക്കാണ്. അപ്പോൾ ജിന്നേട്ടനും തോക്ക് ഇവരുടെ നേരെ ചൂണ്ടാണ്. ഈ സമയം ഒരുപാട് സംഭവങ്ങൾ അറ്റേ ടൈമിൽ നടക്കുകയാണ്. എല്ലാം ഷടപടേന്നായിരുന്നു. ഫസ്റ്റ് ഹോബിച്ചനും ആ സീരിയൽ കില്ലറും വെടിവെക്കാണ്. 3 സിറിഞ്ച് പറന്ന് ചോയ്മുത്തശ്ശന്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്. ജിന്നേട്ടൻ ഹോബിച്ചന്റെയും സീരിയൽ കില്ലറിന്റെയും നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്ന സമയം ഇവിടെ JK എടുത്ത് എറിഞ്ഞ് കളിച്ചോണ്ടിരുന്ന ബോള് നേരെ വേറെ അങ്ങോട്ടോ പോവാണ്. ആ സമയം ആ 2 ബോളിൽ ഒരെണ്ണം നേരെ ജിന്നേട്ടന്റെ പുറകം തലയ്ക്ക് വന്ന് അടിക്കുന്നുണ്ട്. ഭയങ്കര ഫോഴ്സിലൊന്നും അല്ല, ചെറുതായിട്ടൊന്നും വന്ന് അടിക്കുന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേഷൻ പോയി ഡയറക്ഷനും മാറി നേരെ ചോയ്മുത്തശ്ശന്റെ സൈഡിലേക്ക് വന്ന് തോക്ക് പൊട്ടാണ്. ഒരു പെട്ടെന്നുള്ള കയ്യബദ്ധത്തിൽ പറ്റുന്നതാണത്. ആ ടൈം പറന്നുകൊണ്ടിരുന്ന ഒരു സിറിഞ്ച് നേരെ JKയുടെ സൈഡിലോട്ട് പോവാണ്. അപ്പോൾ JK അവിടെ ടേബിളിൽ ഫ്രൂട്ട്സ് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് എടുത്ത് അതിലടിക്കാണ്. JKയുടെ നേർക്ക് വന്ന ആ സിറിഞ്ച് JK അങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയാണ് ഹോബിച്ചന്റെയും സീരിയൽ കില്ലറിന്റെയും സൈഡിലോട്ട് തന്നെ. അതേ ടൈം ഇവിടെ ചോയ്മുത്തശ്ശനെ കാണിച്ചാ ഇവിടെ നടക്കുന്നതൊന്നും അറിയാണ്ട് ടവല് തപ്പിക്കൊണ്ട് നിൽക്കാണ് പാവം. ആ പറന്നുകൊണ്ടിരുന്ന സിറിഞ്ച് അതിന്റെ ലക്ഷ്യസ്ഥാനം ഒടുവിൽ കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്താണ് ചോയ്മുത്തശ്ശന്റെ റൂമിലേക്ക് SIയും സാറയും കയറി വരുന്നത്. JK എടുത്തെറിഞ്ഞ ഒരു ബോൾ നേരെ വരുന്നത് വാതിലിന്റെ അടുത്തോട്ടാണ്. ഇപ്പൊ എല്ലാവരും സ്റ്റക്കാവുകയാണ്. കാരണം ചോയ്മുത്തശ്ശനും ആ സീരിയൽ കില്ലറും വന്നു കയറിയ SI എല്ലാവരും അറ്റേ ടൈമിൽ താഴെ വീഴാണ്. എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള പ്രോസസ്സിംഗിലാണ് എല്ലാവരും. മുത്തശ്ശൻ വീണത് കാണുന്ന സാറ സ്റ്റണ്ണാവുകയാണ്. മുത്തശ്ശ എന്നും വിളിച്ച് നേരെ മുത്തശ്ശന്റെ അടുത്തോട്ട് പോവാണ് സാറാ. പക്ഷേ ചോയ്മുത്തശ്ശൻ വീണത് കൊണ്ട് തന്നെ ഇവിടെ ഹോബിച്ചൻ ഭയങ്കര ഹാപ്പി ആവാണ്. ഹായ് ഹായ് ഹായ്, അങ്ങനെ ഫസ്റ്റ് ടൈം എന്റെ കൊലപാതക ശ്രമം ഒരു കൊലപാതകമായി. യെസ്,
എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കാണ്. ഈ സമയം ജിനേട്ടനെ കാണിച്ച പുറകം തലിക്ക് ആൾക്ക് വലിയ അടിയൊന്നും അല്ല കിട്ടിയത്. പക്ഷെ ഉണ്ടായിരുന്ന കിളിയും കിളിക്കൂടും ഒക്കെ പോയി. എന്നാ ഇടയ്ക്കിടെ വരും പോവും എന്ന സ്ഥിതിയാണ്. എന്നാ ചോയ്മുത്തശ്ശൻ വീണത് കണ്ടതും ഈശ്വരാ, ഇന്ന് ഞാനാണോ ഇതിന്റെ ഉത്തരവാദി? ഇനി എല്ലാം കൂടി എന്റെ തലയ്ക്കാവോ? അമ്മേ, ഇനി എന്ത് ചെയ്യും ഞാൻ? എന്തെങ്കിലും ചെയ്യ ചിന്നെ, ഇല്ലെങ്കിൽ ഫുള്ള് നിന്റെ ജീവിതം എണ്ണി തീർക്കേണ്ടി വരും എന്നും പറഞ്ഞ് കയ്യിലിരുന്ന തോക്ക് പതിയെ ആരും കാണാതെ അവിടെ താഴെ തന്നെ ഇടുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടുന്ന് ചൂളം അടിച്ച് നടന്നു പോവാണ്. പക്ഷെ ഈ തോക്ക് ജിനേട്ടന്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നത് ജൂണിച്ചൻ കാണുകയാണ്. സോ ഓടി വന്ന് ആ തോക്ക് എടുത്ത് ജിനേട്ടന്റെ അടുത്തേക്ക് ഓടി വരാണ് ജൂണിച്ചൻ. അളിയാ അളിയാ നിക്കടാ. ഇവനിപ്പോ എന്താ വേണ്ടേ? എന്താടാ? എന്നിട്ട് ജൂണിച്ചൻ നേരെ ജിന്നേട്ടനെ കെട്ടിപ്പിടിക്കാണ്. ആ ടൈം ജൂണിച്ചൻ ആ തോക്ക് നേരെ ജിന്നേട്ടന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താടാ, എന്ത് പറ്റി? നിന്റെ കയ്യിൽ നിന്ന് ഒന്നും കൈവിട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഷോ, എനിക്ക് വയ്യ. നീ മുത്താടാ മുത്ത്. നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ഹഗും ബ്രേക്ക് ചെയ്ത് നിൽക്കാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ടാക്കിയ ഇപ്പൊ കാണിക്കുന്നത് കുറച്ചധികം ടൈം കഴിഞ്ഞിട്ടാണ്. ആ മാൻഷന്റെ മെയിൻ ഹാളിലാണ് പോലീസ് എല്ലാവരും, ആ വീട്ടിലെ എല്ലാവരും, കല്യാണത്തിന് വന്ന എല്ലാവരും ആ ഹാളിൽ ഒത്തുകൂടി നിൽക്കാണ്. കൂടാതെ ചോയ് മുത്തശ്ശന്റെ റൂമിലുണ്ടായിരുന്ന എല്ലാവരും, അതായത് 2 കള്ളന്മാരും, പെണ്ണിനെ ചാടിക്കാൻ വന്നവനും, അവന്റെ നൻപനും, സീരിയൽ കില്ലറും, വീട്ടിലുള്ള പാവ ഫ്രണ്ടും, അവന്റെ ഉടായിപ്പ് പോലീസ് നൻപനും, അങ്ങനെയെല്ലാം. പക്ഷെ ചോയ് മുത്തശ്ശനെയും സീരിയൽ കില്ലറിനെയും അവിടെ കിടത്തി ഡെഡ് ആയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇവിടെ ആരാണ് കൊലപാതകി എന്ന് കണ്ടുപിടിക്കാനുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സീരിയൽ കില്ലറായ ഹോബിച്ചന്റെ വാട്ടർ ബോട്ടിലെ സോജു കുടിച്ച് ബോധം പോയിരിക്കുന്ന 3 എണ്ണത്തിനും വേണ്ട മറുമരുന്ന് കൊടുത്തിരുത്തിയൊക്കെയാണ് പോലീസ്. എന്നാൽ ഇവിടെ സൈഡിലായിട്ട് തന്നെ തലയിൽ ഹോട്ട് ബാഗും വെച്ചിരിക്കുകയാണ് നമ്മുടെ SI. ഫ്രണ്ടിൽ തന്നെ ഒരു യമണ്ട മുഴയുണ്ട്. ജെക്ക് എടുത്തെറിഞ്ഞ ബോളില് ഒരെണ്ണം വന്ന് അടിച്ചത് SIയുടെ തലയ്ക്കാണല്ലോ. സോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണിത്. SI നമ്മുടെ ജിന്നേട്ടനെ തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇങ്ങേരിതെന്തിനെ ഇങ്ങനെ നോക്കണം നോട്ടം കണ്ടാത്തൊന്നും ഞാനാണ് അങ്ങേരെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചതെന്ന്. ഇങ്ങനെ നിന്നാ ശരിയാവൂല, വിഷയം മാറ്റണം. എന്തിടും? തിങ്ക്. ആ ടൈം അവിടെ കൂടി നിൽക്കുന്ന ഒരാൾ വന്നിട്ട്, സർ ഞങ്ങളെ എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചെങ്ങനെ? സാർ, നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. ഇവിടെ ഇങ്ങനെ 2 മർഡേഴ്സ് നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരെയും പുറത്തു വിടാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഇതിൽ ഒരാൾ ആരാണെന്ന് പോലും ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള ആരോ ഒരാളാണ് ഈ 2 മർഡേഴ്സിന്റെയും പിന്നിൽ. സോ നിങ്ങളെല്ലാവരെയും വിശദീകരിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്നും കൊലപാതകയിലേക്കുള്ള എന്തെങ്കിലും ഒരു ലീഡ് ഞങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും പ്രോപ്പറായി ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇവിടെ നിന്ന് പുറത്തുവിടാൻ സാധിക്കുന്നതല്ല. സോ പ്ലീസ്, ഇത് തന്നെ വിഷയം. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? അപ്പോ ജിനേട്ടൻ നോക്കിയിട്ട്, കള്ളം കൊലപാതകി ഇവിടെ ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ട് സാർ. അത് തന്നെ അല്ലേടോ ഞാനും പറഞ്ഞത്. ആണല്ലേ? അതെ, ഞാൻ കുറച്ച് ആധികാരികമാക്കിയതാ. അല്ല, ഇവിടെ നിൽക്കുന്നതിൽ ആരെങ്കിലും തനിക്ക് വല്ല ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും? ഡൗട്ട് അല്ല സാർ, 100% ഉറപ്പാ. ഇപ്പൊ ശരിയാക്കി തരാടാ എന്നും മനസ്സിൽ വിചാരിച്ച് നോക്കാണ്. ഇയാൾ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കണേ എന്നും മനസ്സിൽ വിചാരിച്ച് ജിന്നേട്ടനെ തുറച്ചു നോക്കി നിക്കാണ് ഇപ്പൊ ശരിയാക്കി തരാടാ. ആരാടോ അത്? തനിക്ക് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ അത് പറ. ആരാ അത്? വേറെ ആര്? ഇവന്മാര് തന്നെ, ഈ കള്ളന്മാര്. ഞങ്ങളാ? എടോ, താൻ കളിക്കാതെ പോടോ. ഇത് സീരിയസ് ആയിട്ടുള്ള മാറ്ററാ. അതിനിടയിൽ അയ്യോ, ഞാൻ സത്യാ സാറേ പറഞ്ഞത്. ഇവന്മാരെ ഞാൻ അവിടെ ചോയ് മുത്തശ്ശന്റെ റൂമിൽ കണ്ടായിരുന്നു. ഓഹോ, സാറിന്റെ റൂമിൽ ഇവന്മാരുണ്ടായിരുന്നു എന്ന് താൻ എങ്ങനെ കണ്ടു? അതിനിവിടെ പ്രസക്തിയില്ല. പക്ഷേ ഈ മർഡേഴ്സ് ചെയ്തിരിക്കുന്നത് ഇവന്മാരെ തന്നെയാ, 100% ഉറപ്പ്. എന്റെ പൊന്നു സാറേ, ഇങ്ങനെ വിശ്വസിക്കരുത്. ഇത് ഞങ്ങളെ മനഃപൂർവ്വം കരിവാരത്തേക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അയ്യേടാ, അത്രയ്ക്ക് ഗതികെട്ടാനൊന്നും അല്ല ഞാൻ കണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആഹാ, എന്നാ ഞാൻ അവിടെ പലതും കണ്ടു. ചോയ് മുത്തശ്ശന്റെ റൂമില് ഇങ്ങനെയും കണ്ടതാ സാറേ. എന്റെ പൊന്നോ, ഇങ്ങനെ കള്ളം പറയരുതാടാ, കള്ള. അമ്മോ, എന്തൊരു കള്ളനാ ഇങ്ങനെ. അപ്പൊ അവിടെ കിടന്ന് അടികൂടിയത് പിന്നെ നിങ്ങളുടെ പ്രേതാണോ? ആണോടോ? അടിയോ? ഞാനോ? സാറേ, ഇവൻ കള്ളം പറയാ. ഇവനെ വിശ്വസിക്കരുത്. എന്റെ പൊന്നSI സാറേ, ഇങ്ങനെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്ത. ചോയ് മുത്തശ്ശന്റെ ആ റൂമില് ഞങ്ങളെ 2 പേരെയും കൂടാതെ ഈ പഴം വിഴുങ്ങി നിൽക്കണ ഉണ്ടക്കണ്ണൻ പോലീസും, ആ ഫ്രോക്ക് ഇട്ട് നിൽക്കണ പെണ്ണല്ലാത്ത ആണും ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നു സാറേ. ഈ ഉണ്ടക്കണ്ണന്റെ കൂടെ. എവിടെ? മുത്തശ്ശന്റെ മേത്തൂടെ ആ കമന്ന് കിടക്കുന്ന നീളം കൂടിയവനില്ലേ, അവനും, അതും കൂടാതെ ഈ ചത്ത് കിടക്കുന്നവനും, പിന്നെ ആ 2 കൊച്ചെറുക്കന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സാറേ. ആരാടാ നിന്റെ കൊച്ചെറുക്കന്മാര്? ഞങ്ങളെ
എടുത്ത ആളാവാൻ പോണവരാ. നിങ്ങളോട് കളിക്കരുത്. ഓ നിർത്തടോ എല്ലാം, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നും പറഞ്ഞ് എസ് ഐ തലയ്ക്ക് പിടിക്കാണ്. ആ തല ഓരോരോ മാരണങ്ങള്. സാറേ ഞാനൊരു ഐഡിയ പറയാം. എന്തായാലും ഇവന്മാരെ 7 ആണല്ലോ സംശയാസ്പദമായ ചോയ്മുത്തശ്ശന്റെ റൂമിലുണ്ടായിരുന്നത്. അപ്പൊ ഇവന്മാരിൽ ആരോ ആണ് റിയൽ കൊലയാളി. അത് കണ്ടുപിടിക്കാൻ എല്ലാവരെയും ബോഡി ചെക്ക് ചെയ്താൽ പോരെ? യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് എന്തായാലും വെപ്പൺ കിട്ടും. അതല്ലേ നല്ല ഐഡിയ സാർ. എടോ ജിന്നെ, എന്താ സാറേ തനിക്ക് ഇത്രയും ബുദ്ധിയാ? താൻ ഈ ലൈഫിൽ ഇത് ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം പറഞ്ഞത്. ഓ താങ്ക് യു. പോരട്ടെ കിളവൻ. PC എല്ലാത്തിനെയും ചെക്ക് ചെയ്യടോ. അത് പറ്റത്തില്ല സാറേ. എന്നെ ചെക്ക് ചെയ്ത എന്റെ പോക്കറ്റിൽ നിന്നും വെറും ചില്ലി ഫ്ലേക്സും മാത്രമേ കിട്ടത്തുള്ളൂ. താൻ ഈ ചില്ലി ഫ്ലേക്സും കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലല്ലോടോ മണ്ട. അല്ല സാറേ, ആ ചില്ലി ഫ്ലേക്സ് കണ്ണി തേച്ച് കൊല്ലാൻ തന്നെ ഞാൻ ചോയ്മുത്തശ്ശനെ ചില്ലി ഫ്ലേക്സും ഉണ്ട്. എന്റെ പൊന്നെ എസ് ഐ സാറേ, ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ മണ്ടനെ വിളിച്ചോണ്ട് കക്കാൻ ഇറങ്ങുമായിരുന്നു. ഇത് ഈ മണ്ടനെ കഴിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ എടുത്ത ചില്ലി ചിക്കന്റെ ബാലൻസാ. ഷേ, ഈ ബുദ്ധി എനിക്ക് വന്നില്ലല്ലോ. പെട്ടെന്ന് കാര്യം നടന്നേനെ. ഇത്ര കഷ്ടപ്പെടുകയും വേണ്ടായിരുന്നു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പൊ താനാണോ? താനല്ലേ ചോയ്മുത്തശ്ശനെ കൊല്ലണമെന്ന് പറഞ്ഞു നടന്നവൻ? അതേലോ, ഞാൻ തന്നെ. കണ്ടോ സാറേ, ഇയാളാ ചോയ്മുത്തശ്ശനെ കൊന്നത്. ആര്? ഇവനാ? ഈ മുഖം നോക്ക്. ഇവൻ ഒരു ഈച്ചയെ കൊല്ലാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴാ ചോയ്മുത്തശ്ശന് അല്ല ഞാൻ ഇങ്ങനെ തൊട്ട് കളഞ്ഞാലോ? വേണ്ട, ഹോബ കൺട്രോൾ. ഒരു സീരിയൽ കില്ലറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പോരട്ടക്കളവൻ. അപ്പൊ ശരിക്കുള്ള കൊലപാതകി ആരാ? ആ സമയം ചേക്ക് അവിടെ ഇരുന്ന് പതിയെ കൈപൊക്കാണ്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് ആവാണ്. ഇവനെന്തിനാ ഈ കൈപൊക്കണേ? മൂത്ത് വയ്ക്കണം. ഓ, ഇതിന്റെ ഇടയിൽ ഇവൻ ഇതെങ്ങനെ സാധിക്കുന്നു? എന്താണ്ടിരിയടാ, എനിക്കിപ്പം മൂത്ത് വയ്ക്കണം. ഇല്ല ഞാൻ ഇവിടെ പെതുക്കും. ഓ, എടുത്തോണ്ട് പോടോ അവനെ. സാർ തനിക്കെന്താടോ ഇപ്പം? സാർ എല്ലാരെയും ബോഡി ചെക്ക് ചെയ്ത് നോക്ക് സാറേ. അത് മറന്നു നിൽക്കായിരുന്നു. PC എല്ലായിടത്തിനെയും ചെക്ക് ചെയ്. സാർ എന്തായാലും ഇവന്മാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം എന്നെ തന്നെ അങ്ങ് ചെക്ക് ചെയ്തോ. ഇത്രയും പിടിപാടുള്ള ഒരുത്തനെ ആദ്യം ചെക്ക് ചെയ്താ എന്റെ ജോലി തെറിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ലടോ, തന്നെ എനിക്ക് വിശ്വാസാ. അത് വേണ്ട സാർ, ഫസ്റ്റ് എന്നെ തന്നെ പരിശോധിക്കണം. എന്തേലും വെപ്പൺ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയാ റിയൽ കൊലപാതകി ഞാൻ തന്നെ ആയിരിക്കും. സാർ ചെക്ക് ചെയ്തോ സാർ ചെക്ക് ചെയ്. ഷോ വേണ്ടടോ, എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസാ. ഇല്ല സാർ എന്നെ ചെക്ക് ചെയ്തേ പറ്റൂ പ്ലീസ്. വെപ്പൺ എങ്ങനെ കിട്ടും? അത് ഞാൻ അവിടെ തന്നെ കളഞ്ഞില്ലേ. സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെക്ക് ചെയ്യാം എന്നും പറഞ്ഞ് ജിനയുടെ പോക്കറ്റിലൊക്കെ കൈയിട്ട് കാണിക്കാണ്. അങ്ങനെ ഷർട്ട് കഴിഞ്ഞ് പാൻസിൽ വന്ന് കൈയിട്ട് പുറത്ത് കാണിക്കുന്നതും കയ്യിലൊരു പിസ്റ്റൽ ഇരിക്കാണ്. എല്ലാരും ഇത് കണ്ട് ഞെട്ടാണ്. ഓവർ കോൺഫിഡൻസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജിനയുടെ മാത്രം ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ടേ വന്നിട്ട് കണ്ടാ സാറേ കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന്. 2 പാവം മനുഷ്യരെ കൊന്നിട്ട് നിക്കണ നിപ്പ് കണ്ടില്ലേ? ആര്? ഞാനാ? താൻ തന്നെ. കയ്യില് കണ്ടില്ലേ? അയ്യോ പിസ്റ്റല്, ഇതെങ്ങനെ എന്റെ കൈ വന്ന്? അപ്പോഴാണ് റൂമിൽ നിന്ന് ജൂണിച്ച കെട്ടിപ്പിടിച്ചത് ഓർമ്മിക്കുന്നത്. അപ്പൊ നേരെ ജൂണിച്ചിനെ നോക്കിയിട്ട് നാറി. കൂട്ടുകാരന്റെ അടിയിൽ കൂടെ തന്നെ ആ പൂച്ചവനെ ഇരിക്കണണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. അയ്യോ, ഒന്നും അറിയാൻ പാടില്ല. ഇനി മര്യാദയ്ക്ക് പറഞ്ഞോ, എന്താ കൊല ചെയ്യാനുണ്ടായ മോട്ടീവ്? സാർ എന്താ നോക്കിയേക്കാ സാറേ? ഈ കോന്തം പോലീസിനെതിരെ മാനനഷ്ടത്തിന് കൂടെ കേസെടുക്കണം. പോടാ. അപ്പൊ എസ് ഐ ആ പിസ്റ്റല് വാങ്ങി ചെക്ക് ചെയ്യാണ്. ഇതാണോടോ തന്റെ പിസ്റ്റൽ? അതെ സാർ. ഇത് എവിടെന്നാ താൻ എടുത്തേ? സ്റ്റേഷനിൽ നിന്ന്. മണ്ടാ, എടാ മണ്ടാ, ഇത് ഒറിജിനൽ പിസ്റ്റൽ അല്ല, ഫേക്കാണ്. ഫേക്കാ? ദേ കണ്ട റബ്ബർ ബുള്ളറ്റ്സ്. ഇപ്പോഴാ സാറേ ഓർമ്മ വന്നത്. ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. എങ്ങനെ? ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചത്. വെറുതെ അല്ലടോ, ആ കൊച്ചിന്റെ ശാപമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ. അതൊക്കെ മാറ്റി വെച്ചിട്ട് വന്ന് ചെക്ക് ചെയ്യടോ. ആരാ കൊലപാതകിന്ന് കണ്ടുപിടിക്കണ്ടേ? അതേ വരുന്നു സാർ. അയ്യോ ഞാൻ രക്ഷപ്പെട്ടെ. ജസ്റ്റ് മിസ്. എന്നെ കൊടുക്കാൻ നോക്കുന്നോടാ പരട്ടക്കള്ള. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഇവൻ തന്നെയാണ്. എന്റെ പൊന്നേ, ഇങ്ങേർക്ക് ഇത് എന്തിനാ എന്നോട് ഇത്ര വൈരാഗ്യം? എടോ, ഇവനാണെന്ന് എനിക്ക് തോന്നണില്ല. മര്യാദയ്ക്കൊരു മോഷണം പോലും നടത്താൻ അറിഞ്ഞൂടാത്ത ഇവൻ എങ്ങനാടോ ഒരു നല്ല അല്ല ഈ 2 കൊലപാതകങ്ങൾ ചെയ്യാ? അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. എന്റെ പൊന്ന് സാറേ, ഇതല്ല ഇവന്റെ ഗൂഢതന്ത്രമാണെങ്കിലോ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ. ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ഇവന്മാരെ ചോദ്യം ചെയ്യണം സാറേ. പെർമിഷൻ ഗ്രാൻഡഡ്. ഹായ്, താങ്ക് യു സാർ.
എന്നിട്ട് ബിയെ നോക്കിയിട്ട് സൈക്കോ ചിരിച്ചിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ മുത്തശ്ശനെ രക്ഷിക്കാൻ നോക്കിയെന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ ടൈം കുറച്ച് മാറി മുത്തശ്ശന്റെ അടുത്ത് നിന്ന് കുടുംബത്തിലുള്ള എല്ലാവരും കരയാണ്. കൂട്ടത്തിൽ ജൂണിച്ചനും ഉണ്ട്. മുത്തശ്ശന്റെ മേത്ത് കമന്ന് കിടന്ന് കരയാണ് ആശാൻ. മുത്തശ്ശ, എന്നാലും ഞങ്ങളെ വിട്ടു പോയല്ലോ മുത്തശ്ശ. മുത്തശ്ശന് ഞങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കാൻ എങ്ങനെ തോന്നി മുത്തശ്ശ? ഞാനിതെങ്ങനെ സഹിക്കൂ? അപ്പൊ ഒരു ആന്റി വന്നിട്ട് അച്ഛന്റെ കാലശേഷം സ്വത്ത് സമ്പത്തെല്ലാം ജൂണിനെ ഏൽപ്പിക്കാനായിരുന്നു ആഗ്രഹം. അയ്യോ മുത്തശ്ശ, എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഇതെല്ലാം എന്റെ തലയിൽ വെച്ചിട്ട് എന്തിനാ മുത്തശ്ശ പോയേ? ഇനി ഈ സ്വത്തെല്ലാം ഒറ്റയ്ക്ക് ഞാനിതെങ്ങനെ നോക്കും മുത്തശ്ശ? അയ്യോ മുത്തശ്ശൻ ഞങ്ങൾ ഒറ്റയ്ക്കായി പോയേ. ഉള്ളിൽ ഇത്രേ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മുത്തശ്ശ. അയ്യോ ഞങ്ങളുടെ മുത്തശ്ശൻ പോയേ. ആ സമയം ഞാനെങ്ങോട്ട് പോയെന്ന്? മുത്തശ്ശ അവിടെ കൂടെ നിന്ന് എല്ലാരും ഞെട്ടാണ്. കണ്ട കള്ളക്കിളവൻ ഉറങ്ങാൻ കണ്ട സമയം. മുത്തശ്ശനൊന്നും പറ്റിയിട്ടില്ല. എല്ലാരും മുത്തശ്ശന് കുറച്ച് ശുദ്ധമായി കൊടുക്കൂ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് വി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ജസ്റ്റ് മിസ്. ഇല്ലേ കൊലപാതക കുറ്റത്തിനകത്ത് പോവേണ്ടെന്ന് തന്നെ. എന്താ പറ്റിയ? എല്ലാരും എന്തിനാ ഇങ്ങനെ കൂടിയിരിക്കണേ? എല്ലാരും എന്തിനാ ഇങ്ങനെ കരയണേ? അല്ല ഞാനെങ്ങനെ ഇവിടെ വന്നേ? എനിക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാ? മുത്തശ്ശന്റെ ജീവൻ ബാക്കിയുണ്ടല്ലേ? എന്തുവാടാ? എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് മെതിക്കുകയല്ലാണത്തിനെ. ആരെങ്കിലും ഒന്ന് വാ തുറന്ന് പറയോ എനിക്ക് എന്താ സംഭവിച്ചെന്ന്? അപ്പൊ എസ് ഐ നേരെ ചോയ്മുത്തശ്ശന്റെ അടുത്ത് പോവാണ്. സാർ ഇപ്പൊ ഓക്കെ അല്ലേ? അതെ ഞാനിപ്പോ ഓക്കെയാണ്. അങ്ങോട്ട് മാറാ എന്നും പറഞ്ഞ് ജൂണിച്ചൻ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് നേരെ എഴുന്നേറ്റ് നിൽക്കാണ്. അല്ല മോനെ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, എനിക്ക് എന്താ സംഭവിച്ചേ? സാർ അത് വേറൊന്നും അല്ല, ആക്സിഡന്റലി സാറിന്റെ ജീവൻ പോയി. അങ്ങനെയല്ല, അത് ഒരു കൊലപാതകമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എനിക്കൊന്നും മനസ്സിലാവില്ല സാർ. ഇവഞ്ച്വലി സാറിന്റെ ജീവൻ പോയി. അതൊരു കൊലപാതകമായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ നിഗമനം. എന്ത് തോന്നിവാസം നിങ്ങൾ ഈ പറയണേ? ആക്സിഡന്റലി എന്റെ ജീവൻ പോവുക, അത് കൊലപാതകമാണെന്ന് പറയാ? ആ ആള് എന്നെ ജീവനോടെ വന്ന് നിക്ക. വാട്ട് ഈസ് ദിസ് ഓഫീസർ? അതെ സർ, പൾസ് ചെക്ക് ചെയ്തപ്പോ പൾസ് ഇല്ലാന്നാ പറഞ്ഞേ. അല്ല ഏത് മണ്ടനാ എന്റെ പൾസ് ചെക്ക് ചെയ്തേ? അപ്പൊ അവിടെ നിന്ന് എല്ലാ പോലീസ് ഓഫീസേഴ്സും ബാക്കിയുള്ള എല്ലാവരും നേരെ ജിന്നേട്ടന്റെ ഭാഗത്തേക്ക് തിരിയാണ്. കാരണം ജിന്നേട്ടനാണ് നോ പൾസ് ഇല്ല, നോ അനക്കം എന്ന് പറഞ്ഞത്. ഇല്ല, എല്ലാരും ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഞാനല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ആന്റിയുടെ പുറകെ പോയി ഒളിച്ചിരിക്കാണ് ജിന്നേട്ടൻ. ചോയ്മുത്തശ്ശൻ ജീവനോടെ വന്നിരിക്കുന്നതിൽ എല്ലാവരും ഹാപ്പിയാണ്. ചോയ്മുത്തശ്ശന്റെ ഫാമിലിയും അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സും. അതിലുപരിയായിട്ട് വിക്ക് ഭയങ്കര ഹാപ്പി ആവാണ്. കാരണം ഒരു കൊലപാതക കുറ്റത്തിൽ നിന്നാണ് ഒഴിഞ്ഞു കിട്ടിയത്. എന്നാ ഒരാളുടെ ഹാർട്ടിൽ മാത്രം ഭയങ്കര വലിയൊരു പാറക്കല്ലെടുത്ത് വെച്ച ഫീലാണ്. അത് വേറെ ആരും അല്ല, നമ്മുടെ ഹോബിച്ചനാണ്. പുള്ളിയുടെ മനസ്സിവിടെ മോഹഭംഗം മനസ്സിൽ പാടിയിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഒരാളെ കൊല ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു തലക്കിട്ട് കൊട്ടി ചോയ്മുത്തശ്ശൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ആകെ വിരഹത്തിലിരിക്കാണ് ഹോബിച്ചൻ ഇപ്പോ. അയ്യോ, ഒരു കൊലപാതകയാവാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ എൻ്റെ ഈശ്വര. ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇങ്ങനെ തേക്കുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ. ഇങ്ങനെ മൈൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോബിച്ചൻ ഇപ്പോ. അപ്പൊ അവിടെ നിന്ന കമ്മീഷണർ ചോയ്മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട്, താങ്ക് ഗോഡ് സാറിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ ഇപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ട് സർ. ഇപ്പോഴും നിങ്ങൾ ആരും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ടില്ല സർ. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ. അപ്പോ ജൂണിച്ചൻ താഴെ നിന്ന് എണീച്ചിട്ട്, മുത്തശ്ശ ഞാനൊരു ഐഡിയ പറയാം. തുടങ്ങി ഇവൻ. എന്താ മണ്ടത്തരാണെങ്കിലും കുഴപ്പമില്ല, പറയും കേക്കാം. മുത്തശ്ശന്റെ റൂമിൽ ക്യാമറ ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്താ പോരെ? എടാ മോനെ, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്ന? ഇത്രയും നാളെ നീ ഇതൊന്നും പുറത്ത് കാണിക്കാണ്ട് വെച്ചിരുന്നത് എന്തിനാ? ബാ നമുക്ക് എന്താ നടന്നതെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ചേർന്ന് ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ റൂമിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ റൂമിൽ നടന്ന ഏകദേശമുള്ള കലാശക്കൊട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ കുറച്ച് വിഷ്വൽസ് മിസ്സിംഗ് ആണ് അതിൽ നിന്ന്. ലൈക്ക് ആരാ മുത്തശ്ശനെ അവിടെ വെടിവെച്ചെന്നുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇവിടുന്ന് കാണാനില്ല. ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് ചോയ്മുത്തശ്ശൻ. ഇത്രയും ബഹളം ഇവിടെ നടന്നിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഞാൻ ആ റൂമിൽ
തേരാ പാര ഇറങ്ങിക്കേറിയതാ. എന്നിട്ട് ഞാൻ പോലും ഇതൊന്നും അറിഞ്ഞില്ല. എല്ലാണത്തിനും കൂടെ കയറി നശിപ്പിക്കാൻ എൻ്റെ റൂമേ കിട്ടിയുള്ളൂ ശവങ്ങള്. ഇവിടെ ഈ ചെക്കിംഗ് ഒക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് ബാങ്ക്സനും ജാക്സണും കൂടെ കയറി വരുന്നത്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ SI സാർ വന്നിട്ട്, സാർ ഇനി പറയും, ഈ കൂട്ടത്തിൽ ആരെയാ സാറിന് ഡൗട്ട്? എല്ലാണത്തിനെയും കൂടെ നേരത്തെ നിർത്തിക്കേ എന്ന് പറഞ്ഞ് അവിടെ റൂമിലുണ്ടായിരുന്ന എല്ലാണത്തിനെയും പിടിച്ച് നേരത്തെ നിർത്താണ്. യൂങ്കിച്ചന്റെയും JKയുടെയും ജിമിൻഷിയുടെയും ഒക്കെ തലയിൽ കയറിയ സോജുവിന്റെ കെട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ജൂണിച്ചന്റെ അടുത്തൊരു പോലീസ് വന്നിട്ട്, സർ അവിടെ പോയി ഒന്ന് നിൽക്കാവോ? ഞാൻ എന്തിനാ നിൽക്കണേ? ഞാൻ മുത്തച്ഛന്റെ ചെറുമോനാ. എന്താ അവിടെ? അല്ല സർ, സാറിന്റെ കൊച്ചുമോനാണ്. കേറി നിൽക്കണം അങ്ങോട്ട്. അയ്യോ സോറി മുത്തശ്ശ, നിന്നു എന്ന് പറഞ്ഞ് ജൂണിച്ചനും അവരുടെ കൂടെ നിൽക്കാണ്. അങ്ങനെ 7 പേര് നിരന്ന് നിൽക്കാണ്. അപ്പൊ ചോയ് മുത്തശ്ശൻ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട്, അവന്റെ കൊച്ചുമോനല്ലേ? അവനല്ല, അവന്റെ ഫുൾ ബോധം പോയി കിടക്കുമായിരുന്നു ആ സമയം. കട്ട് ചെയ്തോ. ഇതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞേ, ഞാൻ അല്ലാന്ന്. എന്താടാ? ഒന്നുമില്ല. ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് പറയാനും എല്ലാം കേട്ടോണം. കളവൻ. അടുത്ത് നിൽക്കുന്നവൻ പോലീസ് ഓഫീസർ. വീഡിയോ കണ്ടത് വെച്ചിട്ട് അവനുമല്ല. അയ്യോ സാർ, എന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി സാർ. ഇനിയും ജന്മം ജീവിക്കും സാർ. ഇപ്പൊ കിട്ടിയതൊന്നും പോരെന്നോണ് ഇവന്. മര്യാദയ്ക്ക് വായും വെച്ച് മിണ്ടാണ്ടിരുന്നാ പോരെ. എന്താടാ പട്ടി, വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നുമില്ല മുത്തശ്ശ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്താ പായോർക്കട്ടും. ഇനി അടുത്ത് നിൽക്കുന്ന ഇവന്മാർ രണ്ടും അല്ല, ഞാനായിട്ട് ഒരു 10 രൂപ എടുത്ത് കൈ കൊടുത്താലും അതുപോലും മോഷ്ടിക്കാറിനോടാത്ത പൊട്ടന്മാരെ ഇവന്മാർ. അതുകൊണ്ട് ഇവന്മാർ രണ്ടും അല്ല. ഇങ്ങോട്ട് മാറി. അപ്പോഴേക്കിട്ടേ, അയ്യോ മുത്തശ്ശ, യു ആർ ഗ്രേറ്റ്, മുത്തശ്ശ നീണാൾ വാഴട്ടെ, രക്ഷപ്പെട്ടു വേണം അങ്ങോട്ട് എന്ന് പറഞ്ഞ് ജേക്കിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അളിയോ, എല്ലാരും കൂടി നമ്മളെ വട്ടത്തിലിട്ട് വെടിവെച്ച് കൊല്ലുവോ? ചുമ്മാ ഇരിയടാ. അമ്മാരെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത. കണ്ടുപിടിച്ചോളാം. നീയൊക്കെ രണ്ടും വെയിറ്റിംഗ് ലിസ്റ്റിൽ അങ്ങോട്ട് മാറിയിരിക്ക്. അയ്യോ പണിയായി എന്നാ തോന്നണേ. അളിയാ, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? അങ്ങേര് പറഞ്ഞോലോ അങ്ങോട്ട് മാറി നിക്കാം. അളിയാ ജിമന, എന്താടാ യുങ്കി? എനിക്ക് ബാത്റൂമിൽ പോവാൻ മുട്ടുന്നടാ. അയ്യേ, ഈ ടൈമിലാ? പേടിച്ചിട്ടാടാ, വയറ് കലങ്ങുന്നടാ. അങ്ങേരോടെ പറഞ്ഞ ഇപ്പൊ പൊക്കും. ചേച്ചേ, അങ്ങേര് പൊക്കണ്ട, ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. അത് കഴിഞ്ഞ് ചോയ്മുത്തശ്ശൻ നേരെ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഹോബിച്ചൻ മിണ്ടാണ്ട് നിൽക്കാണ്. ഹോബിച്ചനെ ചോയ്മുത്തശ്ശൻ കണ്ടതും, നീ? അതെ ഞാൻ. നീയല്ലേടാ അവൻ? ഏവൻ? നീയല്ലേ ആ ബാങ്ക്ചന്റെ അനിയൻ? അപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ബാങ്ക്ചൻ ഇറങ്ങി വന്നിട്ട്, അതെ മുത്തശ്ശ, ഇവൻ എൻ്റെ അനിയൻ തന്നെ. ഇവനെന്തിനാ ഈ ടൈമിൽ ഇങ്ങോട്ട് വന്നേ? അതും എൻ്റെ റൂമില്. ആ വീഡിയോയിൽ എന്തൊക്കെയാടാ കണ്ടേ? എൻ്റെ പൊന്നു മുത്തശ്ശ, ഇവനെ തെറ്റിദ്ധരിക്കരുത്. ഇവന് ചെറുതായി ഒരു പിരി ലൂസാ. കുറച്ച് സീരിയൽ കില്ലർ മൂവീസ് കണ്ട് പ്രാന്തായതാ. ഇപ്പൊ ഇവന് ഒരു സീരിയൽ കില്ലർ ആയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നടക്കുക. ഇവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ തെണ്ടിത്തരത്തിനും അടികൊള്ളുന്നത് ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഞാനൊരു ഐറ്റം കണ്ടുപിടിച്ചു, അവനതിൽ വേണ്ടാത്ത എന്തൊക്കെയോ കുത്തിക്കയറ്റി എനിക്ക് പണി വാങ്ങിച്ചു തന്നു. എൻ്റെ പൊന്നു മുത്തശ്ശ, ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. മുത്തശ്ശൻ ഇവനെ ഒന്ന് ശരിയാക്കി എനിക്ക് തരണം. എൻ്റെ പൊന്നു മുത്തശ്ശ, മുത്തശ്ശൻ്റെ ഒരു കൊച്ചുമോനായി കണ്ട് എൻ്റെ ഈ റിക്വസ്റ്റ് അങ്ങ് കേൾക്കണം. ഇവനെ ഒന്ന് നേരെയാക്കി എനിക്ക് തരണം പ്ലീസ്. എനിക്കിങ്ങനെ കണ്ടവരുടെ അടി കൊണ്ട് ചാവാൻ വയ്യാത്തോണ്ടാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ബാങ്ക്ചൻ വന്നിട്ട്. ഇവന്റെ കാര്യമല്ലേ, അത് ഞാൻ ശരിയാക്കാം, നീ ഇങ്ങോട്ട് നിൽക്ക്. അപ്പോൾ ഹോബിച്ചൻ പാവം ഇങ്ങനെ പയ്യെ കുണുങ്ങി ഇപ്പുറത്തോട്ട് വന്ന് നിൽക്കാണ്. ഇവന്മാരാരും അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല. അപ്പോൾ പിന്നെ വേറെ ആരാ? സാർ, ഇതാരാന്നറിയോ? സാറിൻ്റെ അതേ റൂമില് സാറിനെ പോലെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന ബോഡിയായത്. ഇയാളെ വല്ല കണ്ട പരിചയമുണ്ടോ? ആരാത് എന്ന് പറഞ്ഞ് കണ്ണാടിയൊക്കെ ഒന്നും കൂടി എടുത്ത് ക്ലിയർ ആക്കി വെച്ചിട്ടൊന്ന് നോക്കാണ്. ഇവൻ എൻ്റെ റൈവലാ. റൈവൽ എന്ന് വെച്ചാ അറിയാൻ പാടില്ല, മിണ്ടാണ്ടെന്നോ എല്ലാം മനസ്സിലായല്ലോ നിൽക്കാം. ഓക്കെ, എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവനായിരിക്കും. സാറിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടടോ, എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട് ഇവനെതിരായിട്ടുള്ള. ഇവനെ അറസ്റ്റ് ചെയ്യടോ, ഇവൻ തന്നെയാ എന്നെ കൊല്ലാൻ വന്നത്. അറസ്റ്റ് ചെയ്യും. അല്ല സർ, ആള് മരിച്ചുപോയി എന്നാ പറഞ്ഞത്. ആര്? ഈ പൊട്ടൻ പോലീസല്ലേ പറഞ്ഞത്. അവനും മരിച്ചൊന്നും കാണൂല, അവന്റെ ബോധം പോയി കിടക്കുമായിരിക്കും. എഴുന്നേപ്പിച്ച് കൊണ്ടുപോടോ അവനെ എന്ന് പറഞ്ഞ് ചോയ്മുത്തശ്ശൻ നാക്ക് വായിലോട്ട് ഇടത്തേ ഉള്ളൂ. അപ്പോഴേക്കും ആ സീരിയൽ കില്ലർ എഴുന്നേറ്റിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, പിടിച്ചോണ്ട് പോടോ ഇവനെ.
അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ആ കില്ലറിനെ. അത് കഴിഞ്ഞ് ചോയ് മുത്തശ്ശൻ നേരെ യോങ്കിച്ചനും ജിമിൻഷിയും നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കാണ്. അള്ളാ പിടിച്ച്, അല്ല ഞാൻ നിന്നെയൊക്കെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെയാന്ന് ഓർമ്മ കിട്ടാത്ത. അപ്പോഴേക്കും സാറ് ഓടി വന്നിട്ട് മുത്തശ്ശനോട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. നിക്ക് മോളെ, ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് വരാം. അയ്യോ മുത്തശ്ശ, ഇവിടെ നടക്കുന്ന കാര്യത്തെ പറ്റി എനിക്കും പറയാനുള്ളത്. എന്താ പറയ്. അങ്ങനെ സാറ് നടന്ന കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോയ് മുത്തശ്ശന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്. ജിമിൻഷിയും യോങ്കിച്ചനും ആരാണെന്നും എന്തിനാണ് അവരിവിടെ വന്നതെന്നും ഇപ്പം എന്തൊക്കെയാണ് നടന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാറെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സാറേനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും അവന്റെ ഫാമിലിയും കയറി വരുന്നത്. അവരെന്തോ അടി ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. എന്റെ പൊന്നു മുത്തശ്ശ, എനിക്ക് ഇവനല്ലാതെ വേറൊരുത്തനും വേണ്ട. ഞാനിത് അപ്പനോടും അമ്മയോടും പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എൻ്റെ പൊന്നു മുത്തശ്ശ, എനിക്കിവനെ മതി. ഹംവോ, എൻ്റെ പൊന്നോ, ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് റിലീഫായി. എൻ്റെ അമ്മോ സമാധാനായി. മിനോ, നീ എപ്പോ എത്തി? എൻ്റെ പൊന്നു സാറേ, നീയും ഞാനും ഒക്കെ ഒരേ വേവ് ലെങ്താ. എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവള് പോരാ തന്നെ പ്രഗ്നന്റുവാ. ഇത് ഞാൻ എൻ്റെ തള്ളയുടെ അടുത്തും തന്തയുടെ അടുത്തും പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവർക്ക് ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്ന് വാശിയായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞ് മുടക്കാന്ന് വിചാരിച്ച് ഫോണ് തപ്പിയപ്പോൾ എൻ്റെ ഫോണ് കാണാനില്ല. എന്നെ വീട്ടു തടങ്കലിൽ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് എസ്കേപ്പ് ആയത്. ഇത് ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാമെന്നും പറഞ്ഞു വന്നപ്പോൾ ദേ കിടക്കുന്നു നിന്റെ സ്റ്റോറി. ഇപ്പോഴാ എനിക്ക് കുറച്ച് സമാധാനമായത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചീറ്റ് ചെയ്തല്ലോ എന്നുള്ള ഗിൽറ്റിനെസ്സിൽ നടക്കേണ്ടി വന്നേനെ. എൻ്റെ പൊന്നോ, ഞാനിപ്പോൾ ഹാപ്പിയാ, എക്സ്ട്രീം ഹാപ്പിയാ. എനിക്കിനി എൻ്റെ ബെല്ലയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങോട്ട് മാറത്തള്ളേ എന്നും പറഞ്ഞ് മിനോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ്. അവിടെ വന്നവര് നിന്നവര് ഇപ്പം എന്താണ് സംഭവിച്ചെന്നുള്ള എക്സ്പ്രഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഈശ്വര, ഒരു കൊച്ചിൻ്റെ അച്ഛനാവാൻ പോകുന്നവരെയാണോ എൻ്റെ മോളെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവള് പറയുന്ന മര്യാദയ്ക്ക് കേൾക്കാന്ന്. നീയല്ലേ കേൾക്കാണ്ടിരുന്ന്? അപ്പോഴേക്കും ചോയ് മുത്തശ്ശൻ ഇതെല്ലാം കണ്ട് മിണ്ടാണ്ട് നിൽക്കാണ്. അല്ല, ഇപ്പൊ എന്താ പ്ലാൻ? നിക്കണോനെ നിന്റെ മരുമോനാക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് സാറയുടെ അച്ഛനോട് ചോദിക്കാണ്. എനിക്ക് എപ്പോഴേ സമ്മതമാണ് അച്ഛാ. ഇവളാ ഒന്നും സമ്മതിക്കാണ്ടിരുന്നത്. നിനക്ക് സമ്മതമാണോ? അല്ല, എനിക്ക് സമ്മതം അല്ല. എൻ്റെ പൊന്നമ്മ ഇങ്ങനെ ഇടംകോലിടല്ലേ. പിന്നെ അമ്മായിയമ്മയ്ക്ക് ഒരു ചെറിയ കേക്ക് പീസ് പോലും തരാത്ത ഇവന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കണോ? അയ്യോ ആൻറ്റി, അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് അന്ന് ലാസ്റ്റ് എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരൊറ്റ കേക്ക് പീസ് ഉണ്ടായിരുന്നു. അതും എടുത്തോണ്ട് പോയില്ലേ ദുഷ്ടാ നീ. കേക്ക് പീസാ? അയ്യോ അതായിരുന്നോ? ആൻറ്റിക്ക് എത്ര പീസ് കേക്ക് വേണം? ഒരു 2 കിലോയുടെ വലിയ കേക്ക് ഞാൻ ചെയ്തു തരാം. അല്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അപ്പളി എനിക്ക് നിനക്കും വാങ്ങിച്ചു തരാം. ശരിക്കും? ആന്നേ, എത്ര എണ്ണം വേണം? ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ, റെഡ് വെൽവെറ്റ് വേണോ, വൈറ്റ് ഫോറസ്റ്റ് വേണോ, അതോ ഇനി വേറെ എന്തേലും വേണം? പറഞ്ഞോ, ഞാൻ വാങ്ങിച്ചു തരാം. എന്നാ നീ തന്നെയാണ് എൻ്റെ മരുമോൻ, കൺഫേം? അയ്യേ, ഒരു കേക്ക് പീസിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വലിയ യുദ്ധമൊക്കെ ഉണ്ടായത്? എൻ്റെ മോ, എന്തൊക്കെയാ നടന്നത്? സമാധാനമായ കല്യാണത്തിനും. അങ്ങനെ എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. പക്ഷേ ചോയ് മുത്തശ്ശൻ അവിടെ ഭയങ്കര വലിയ ആലോചനയിലാണ്. അപ്പോഴേക്കും നമ്മുടെ ജൂണിച്ചൻ വന്നിട്ട് അങ്ങനെ എല്ലാം നല്ല രീതിക്ക് പര്യവസാനിച്ച സ്ഥിതിക്ക് എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു നോക്കോളൂ, അടുത്ത കല്യാണത്തിന് വിളിക്കാം എന്ന് പറഞ്ഞ് ജൂണിച്ചൻ എല്ലാരെയും പറഞ്ഞു വിടാൻ നോക്കാണ്. അപ്പോൾ ചോയ് മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്നിട്ട്, നിക്ക്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ ഒപ്പിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോയാ എങ്ങനെയാ ശരിയാവുക എന്ന് പറഞ്ഞ് എല്ലാരെയും നോക്കി ഒന്ന് സ്മിർക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് അതേ നമ്മുടെ ചോയ് മുത്തശ്ശന്റെ വലിയ മാൻഷൻ തന്നെയാണ്. ഒരു 3 മാസത്തിന് ശേഷമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ ഹോബിച്ചൻ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയും കയ്യിൽ വെച്ച് ഒരാളെ തന്നെ നോക്കി നിൽക്കാണ്. അതേസമയം അപ്പുറത്തെ ജിനയുടെ നല്ല രീതിക്ക് ഒരാളെ എടുത്തിട്ട് പഞ്ച് ചെയ്യുകയാണ്, നല്ല ഇടി കൊടുക്കുന്നുണ്ട്. അതേസമയം യോങ്കിച്ചൻ പുറത്ത് കോടാലി വെച്ച് ആരെയും നല്ല രീതിയിൽ ചാമ്പുന്നുണ്ട്. അടുത്ത് ജിമിൻഷിയെ കാണിച്ച പുള്ളി എന്തോ കാര്യമായിട്ട് കയ്യിലിരിക്കുന്ന കത്തി ഷാർപ്പൺ ചെയ്യാണ്. അതേപോലെ പുറത്ത് വീനേയും ജേക്കേനെയും കാണിച്ച ജേക്കെ ഭയങ്കര ക്രൂവലായിട്ടുള്ള ലുക്കില് ഒരാളെ തന്നെ നോക്കി നിൽക്കാണ്. വി ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി ഭയങ്കര രീതിയിൽ നോക്കി നിൽക്കാണ്. ആ സമയം ആ വീട്ടിലുള്ള ഒരു മെയ്ഡ് വന്നിട്ട്,
ഡേയ് ഇതുവരെ ഒരു പണി ആയില്ലേടേ, അങ്ങോട്ട് ആഞ്ഞ് ശ്രമിക്കടാ. കുറെ നേരം ആയല്ലോ നിന്റെയിലൊക്കെ ഓരോ പണി ഏൽപ്പിച്ചിട്ട്, ഒരു കാര്യം നടക്കൂല എന്ന് പറഞ്ഞ് അവരെ വഴക്കുറഞ്ഞിട്ട് പോവാണ്. ആ സമയം ഒരു കത്തി നല്ല ഫോഴ്സിൽ പോകുന്നത് കാണിക്കാണ്. വിത്തിൻ സെക്കൻഡ്സ് ഹോബിജന്റെ മുഖത്ത് ബ്ലഡ് തെറിക്കുന്നുണ്ട്. അപ്പോ ടപ്പേന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാണ്. വേറൊന്നും അല്ല, നമ്മുടെ ഹോബിജന്റെ ബോധം പോയി വീണതാണത്. എന്താടാ ഒരു ശബ്ദം? ഓ അതൊന്നുമില്ലടാ, നമ്മുടെ സീരിയൽ കില്ലറില്ലേ, അവനൊരു കോഴിയെ വെട്ടുന്നത് കണ്ട് ബോധം പോയി വീണതാ. ഹോ അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു. ഇന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ആ കോഴിയെ വെട്ടിയ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഷെഫ് അവിടെ നിന്ന് രക്തം പുരണ്ട കത്തിയും തൊള്ളിൽ വെച്ച് ഇവരെല്ലാരെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് പോവാണ്. ഇങ്ങനെന്തിനു നമ്മളെങ്ങനെ നോക്കണം? ഇങ്ങനെ പെങ്ങളെങ്ങാനും എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞ ഒന്ന് പോവാ. ഡേയ് പോടാ, പോയി അവനെ എഴുന്നേപ്പിക്ക്. വേണ്ടടാ, അവൻ കുറച്ചേരം അവിടെ കിടക്കട്ടെ. ആഹാ, എന്നിട്ട് അവന്റെ ജോലി നീ ചെയ്യൂ? ഏയ് ഞാനൊന്നും ചെയ്യൂല. എന്നാ പിന്നെ വാ, ബോധം വരുത്തിക്കാം. ഇല്ലേ നീ ഇവിടെ ബോധം കിട്ട് വീഴും. എന്നാ വാ, ബോധം വരുത്തിക്കാം. അങ്ങനെ വാ വഴിക്ക്. ഡേ ജൂണേ, കുറച്ച് വെള്ളം ഇടാ. ആടാ, വെള്ളം കൊണ്ടേ വരുന്നു എന്ന് പറഞ്ഞ് ജൂണിച്ചൻ കുറച്ച് വെള്ളവും കൊണ്ട് ജിനേട്ടന്റെ കയ്യിൽ കൊടുക്കാണ്. ജിനേട്ടൻ അതങ്ങ് വാങ്ങി ഹോബിച്ചന്റെ മൂത്ത് തളിക്കാനായിട്ട് കൈയൊന്നും അതിനകത്ത് ഇടയുള്ളൂ. അയ്യോയ്യോ, എന്താടാ? ഡേയ് അവന്റെ ബോധം ഒന്ന് തെളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ നിന്നോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്, അല്ലാതെ അവന്റെ മുഖം പുഴുങ്ങിയെടുക്കാനല്ല. മനസ്സിലായോടെ കിഴങ്ങ? അയ്യോ, തിളച്ച വെള്ളവും കൊണ്ടുവന്ന് എന്റെ കയ്യും പൊള്ളിച്ച് കണ്ണു മുന്നിൽ നിന്ന് പോടാ പോടാ. ഡേയ് ഇതെല്ലാം എന്നും നടക്കണേല്ലേ, കുറച്ചു നേരം കഴിയുമ്പോ അവൻ തന്നെ എഴുന്നേറ്റ് പൊക്കോളും. നിങ്ങൾ നിങ്ങളുടെ എല്ലാം ജോലി ചെയ്യാൻ നോക്കിയാണ്, ഇല്ലെങ്കിൽ ആ കിരട്ട് കിളവി വന്ന് നമ്മളെല്ലാം കൂടെ കുമ്മാൻ കുത്തും. ഓർത്തോ? ആ അത് ശരിയാ, അത് ശരിയാ. ആ എല്ലാരും ഇനി ജോലി ചെയ്യാൻ പൊക്കോളൂ. അങ്ങനെ അവരെല്ലാവരും അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് ശരിക്കും എന്താ നടക്കുന്നതെന്ന് കാണിക്കുന്നത്. ജിനേട്ടൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മാവാണ് എടുത്തിട്ട് കുഴച്ചോണ്ടിരുന്നത്. അടിച്ച് പരത്തി ചുരുട്ടിയൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് അടുത്ത് ജിമിൻഷി അവിടെ ഇരുന്ന് പച്ചക്കറി അരിയാനായിട്ടുള്ള കത്തിയാണ് ഷാർപ്പൺ ചെയ്തെടുത്തോണ്ടിരുന്നത് ഇത്രയും നേരം. പാവം ചുണിച്ചന് ചെറിയ ടാസ്കേ ഉള്ളൂ. ഈ ജിന്നേട്ടൻ ഉരുട്ടി എടുത്തിരുന്ന മാവ് പരത്തുക, ചുടുക, എടുക്കുക, പരത്തുക, ചുടുക, എടുക്കുക, ഇത് തന്നെ റിപ്പീറ്റ്. അതാണ് ജൂണിച്ചന്റെ ജോലി. ബാക്കി പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ യൂങ്കിച്ചൻ കോടാലിയും കൊണ്ട് ചെയ്യുന്നത് വിറക് വെട്ടുകയാണ്. പാവം മനുഷ്യൻ. ഇവിടെ വിയും ജേക്കി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേക്കി ഇരുന്ന് കഴിക്കുന്നു, വി ഇരുന്ന് പാത്രം കഴുകുന്നു, ജേക്കി ഇരുന്ന് കഴിക്കുന്നു, വി ഇരുന്ന് പാത്രം കഴുകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ചോയ് മുത്തശ്ശൻ അന്ന് ഇവരെല്ലാരെയും പിടിച്ച് ഇവിടെ ഓരോരോ ജോലിക്കായിട്ട് അങ്ങ് നിയമിച്ചു. ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ജേക്കിയും വിയും കള്ളന്മാരാവാൻ വേണ്ടി നടക്കുന്നത്. പിന്നെ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഹോബിച്ചൻ സീരിയൽ കില്ലർ ആവാൻ വേണ്ടി നടക്കുന്നത്. ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ജിനേട്ടൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പാവം, കുഴപ്പമില്ല, അതിനും കിട്ടിയൊരു പണി. പിന്നെ യുങ്കിച്ചന് പണ്ട് മുതലേ മരത്തിനോടാണ് ഒരു കമ്പം. അതുകൊണ്ട് അറിഞ്ഞു തന്നെയാ പുള്ളിക്ക് വിറക് വെട്ടുന്ന പണി കൊടുത്തത്. അങ്ങനെ എല്ലാവരും അർഹിച്ച ഓരോരോ പണി കൊടുത്ത് മനസ്സമാധാനമായിട്ട് ഇരിക്കുകയാണ് ചോയ് മുത്തശ്ശൻ. പോരാത്തന്നെ ജിമിൻഷിക്ക് സാറേനെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ചിന്നേടനും ഇപ്പോ ആ കുടുംബത്തിലെ മരുമോനാണ്. എന്നാലും ഇവർക്ക് ഈ പണി കൊടുക്കുന്നത്. അന്ന് കല്യാണത്തിന് ചോയ് മുത്തശ്ശന്റെ റൂം അലങ്കോലപ്പെടുത്തിയതിനാണ് ഇപ്പോ യൂങ്കിച്ചന്റെ മൈൻഡ് വോയിസ്. അയ്യോ, എങ്ങനെ നടന്ന ഞാന് ഇപ്പൊ പട്ടിപ്പണി എടുക്കാം, പട്ടിപ്പണി. അല്ലെങ്കിലേ ഞാൻ നോട്ടോട്ട മരമായിരുന്നത്, അതെന്നെ കൊണ്ട് എന്നെ വെട്ടി കീറിക്കുന്നു. ഞാൻ പോണ്. കള്ളന്മാരെ ഇടിക്കേണ്ട കയ്യ ഇപ്പൊ ഇടിക്കുന്നത് മാവ്. നന്നായിട്ടുണ്ട് ജിന്നെ, നന്നായിട്ടുണ്ട്. ഞാൻ നിന്നെ ഇവിടുത്തെ മരുമോനാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്നെ വല്ല CEO ആക്കാനാണെന്നാ വിചാരിച്ചത്. ഇതുപോലെ മാവ് നനയ്ക്കുന്ന മെയ്ഡ് CEO ആക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ നമ്മൾ രണ്ടും ഒരേ വേവ് ലെങ്താ ബ്രോ. നീ ഉള്ളതാ എൻ്റെ ഏക ആശ്വാസം. ഒരു സീരിയൽ കില്ലർ ആവണമെന്ന് ആഗ്രഹിച്ച എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കി നിങ്ങൾ. ആഹാ, സീരിയൽ കില്ലർ ഉണർന്നാ? കളിയാക്കണ്ട. എടാ ഒരു കോഴിയെ പോലും കൊല്ലാൻ അറിഞ്ഞൂടാത്ത നീയാണോടാ സീരിയൽ കില്ലർ ആവാൻ പോണേ? ആ സീരിയൽ കില്ലർ ആവുന്നതും ഇറച്ചിവെട്ടുകാരനാവുന്നതും തമ്മിൽ എന്താ ബന്ധം? പോടാ, നിന്നോടൊന്നും ഞാൻ ഒന്നും പറയാൻ വന്നില്ല, പേടിത്തൊണ്ടൻ. അയ്യടാ, അവിടെ നിന്ന് ചുമ്മാ വീരവാദം അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഗ്യാലറിയിലിരുന്ന് കളി കണ്ട് ഇങ്ങനെ കുറ്റം പറയാനേ എല്ലാരെ കൊണ്ടും പറ്റും. എന്നാലേ ഗ്രൗണ്ടിൽ ഇറങ്ങി ഗോൾ അടിക്കാനാ പാട്. എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കോഴിയെ വെട്ടി നോക്കണം. അപ്പൊ മനസ്സിലാവും എന്റെ അവസ്ഥ. അതിന് നീ എന്നാ ഒരു കോഴിയെങ്കിലും വെട്ടിയിട്ടുള്ള? അതിനിവിടെ പ്രസക്തിയില്ല. ഓക്കെ, നിന്നെയൊക്കെ ഞാൻ എന്തോരം പേടിച്ചു. ഇവനെയൊക്കെയാണല്ലോ ദൈവമേ ഞാൻ പേടിച്ചതെന്ന് ഓർക്കുമ്പോഴാ.
പൊടാ പൊടാ, നിന്നോടൊന്നും ഞാൻ ഒന്നും സംസാരിക്കാൻ പറഞ്ഞില്ല, പേടിത്തൊണ്ടൻ. മതി മതി, വീണ്ടും ഇതെല്ലാം ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യണ്ട, ഓക്കെ? കേട്ട് തള്ളയുടെ വായിരിക്കണ കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അവനവന് തന്ന ജോലി അങ്ങ് മര്യാദയ്ക്ക് ചെയ്തോണം എന്ന് ജൂണിച്ചൻ പറയാണ്. അപ്പോഴാണ് നമ്മുടെ ടെറർ അമ്മായി മേഡിന്റെ കാര്യം ഇവരെല്ലാരും ആലോചിക്കുന്നത്. ഷടപടേ എന്നെല്ലാം ചെയ്യാൻ നോക്കാണ്. അപ്പോൾ ജിന്നേട്ടൻ കുഴച്ചോണ്ടിരുന്ന മാവെല്ലാം ഉരുട്ടി ഉരുട്ടി അയ്യോ മടുത്തു ഈ ജീവിതം, എനിക്കങ്ങ് വയ്യ എന്ന് പറഞ്ഞ് കയ്യിൽ ഉരുട്ടി വെച്ചിരുന്ന മാവെടുത്ത് ടപ്പേന്ന് എറിയാണ്. അത് നേരെ വന്ന് അടിക്കുന്നത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നിന്ന പാവം നമ്മുടെ ജൂണിച്ചന്റെ മുഖത്തും. അയ്യോ മച്ചാ, സോറിയടാ, ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് ആ മുഖത്ത് ചെറുതായിട്ട് ഒട്ടിയിരുന്ന മാവ് അങ്ങനെ വെച്ച് മുഖം മുഴുവനും തേച്ചെടുക്കാണ്. ഒയ്യോ. അപ്പൊ ജൂണിച്ചൻ 2 വിരൽ വെച്ച് ആ കണ്ണിന്റെ ഭാഗത്തുള്ള മാവെല്ലാം തുടച്ചു കളഞ്ഞ് ചിന്നേട്ടൻ ഇങ്ങനെ നോക്കി നിക്കാണ്. അയ്യോ സോറി അളിയാ, ഞാൻ അറിയാണ്ട് സംഭവിച്ച, സോറി, ക്ഷമിക്ക്, റിലാക്സ് എന്ന് പറഞ്ഞ് പിറകിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ടൈം ഇവിടെ ജിമിൻഷി കാര്യമായിട്ട് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് കുറേ ഉപ്പും മുളകും എല്ലാ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് എല്ലാ മസാലകളും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈം ജൂണിച്ചനെ നോക്കി പിറകിലോട്ട് നടന്നുകൊണ്ടിരുന്ന ജിന്നേട്ടൻ ഹോബിച്ചന്റെ മേത്ത് ചവിട്ടി മെതിച്ച് കറക്റ്റ് ബാലൻസ് തെറ്റി ജിമിൻഷിയുടെ തലമണ്ടയ്ക്ക് മേലെ വന്ന് വീഴാണ്. അങ്ങനെ ജിമിൻഷിയുടെ മുഖം മുഴുവനായിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങ് അമർന്നിരിക്കുകയാണ്. ഓരോ ശ്വാസം മുട്ടുന്നതാണ്, എഴുന്നേറ്റ് മാടാന്നൊക്കെ പറഞ്ഞ് കൈയും കാലും ഇട്ട് ജിന്നേട്ടനെ എഴുന്നേപ്പിച്ചുവിടാണ്. അയ്യോ സോറി, എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നേ എന്ന് പറഞ്ഞ് ജിന്നേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാ മുഖം മുഴുവനും മാവായിട്ടുള്ള ജൂണിച്ചൻ, പിന്നെ ജിന്നേട്ടൻ്റെ ഒരു കാരണവും ഇല്ലാണ്ട് ചവിട്ട് കിട്ടിയ ഹോബിച്ചൻ, കയ്യിൽ രക്തം പുരണ്ട കത്തിയുമായിട്ട് നിൽക്കുകയാണ്. അതേപോലെ കറിയാക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ മുങ്ങി എണീച്ച് നിൽക്കുന്ന ജിമിൻഷിയും ജൂണിച്ചൻ മാറ്റിയതുപോലെ കണ്ട സൈഡിൽ നിന്ന് മാറ്റി ഇങ്ങനെ നോക്കാണ്. ജിന്നേട്ടൻ തറപ്പിച്ച് മുഖം മുഴുവനും ചുമന്നിരിപ്പുണ്ട്, ഇത്രയ്ക്ക് കലിപ്പി നിൽക്കാണ്. അയ്യോ എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് ജിന്നേട്ടനെ ഇറങ്ങി ഓടുകയാണ്. ഈ ഇറങ്ങി ഓടുന്നതും ജിമിൻഷി, എടാ നിന്നെ ഞാനിന്ന് കൊല്ലോടാ, കറിക്ക് വേണ്ടി കലക്കി വെച്ചിരുന്ന എല്ലാം കൂടെ എടുത്ത് ഒരൊറ്റ ഏറാണ്. ഇത് കണ്ടതും ജിന്നേട്ടൻ അങ്ങനെ കുനിയാണ്. ഈ സമയം അവിടെ മര്യാദയ്ക്ക് എന്ന് വിറക് വെട്ടിക്കൊണ്ടിരുന്ന യൂങ്കിച്ചൻ, എന്താണ് ആളിയാ പ്രശ്നം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതും ഈ കറിക്ക് വേണ്ടി വെച്ചിരുന്ന വെള്ളം നേരെ വന്ന് വീഴുന്നത് യൂങ്കിച്ചന്റെ മേത്തോട്ടാണ്. അയ്യോ പ്രാന്താ, നീ എന്തിനാടാ തിരിഞ്ഞത്? അപ്പൊ ജിന്നേട്ടൻ വന്നിട്ട്, എന്നാലും എന്റെ ജിമിനെ നീ എന്തിനാ യൂങ്കിയോട് ഇങ്ങനെ ചെയ്തേ? കഷ്ടമായിപ്പോയി, പാവ യോഗി, അവന്റെ മുഖത്തോട് നോക്കി നീ. ഇരുതിയിൽ പെട്രോൾ ഒഴിക്കുകയാണല്ലേടാ നീ, എന്നെ കണ്ട് ഇത്രയല്ലേ ചെയ്യാൻ പറ്റില്ലയാ. എന്നിട്ട് ജിന്നേട്ടൻ യോഗിച്ചന്റെ അടുത്ത് വന്നിട്ട് മുഖത്തുനിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നും, ഓക്കെ കൊണ്ടച്ചിമ്മനെ ഞാൻ ഇട്ട് കൊടുക്കാടാ ഉപ്പ് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന വിറവ് അങ്ങനെ എടുത്തെറിയാണ്. അപ്പോ ജിമിൻഷി, നിന്നെ ഞാനിന്ന് കൊല്ലോടാ എന്നും പറഞ്ഞ് ജിന്നേട്ടനെ ഓട്ടിക്കാൻ തുടങ്ങാണ്. പുറകെ തന്നെ യൂങ്കിച്ചൻ ഓടുകയാണ്. അയ്യോ പുറകെ തന്നെ ഉണ്ടല്ലേ, എന്റെ പൊന്നലിയാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, നീ ഇടയിൽ വന്ന് കയറിയതല്ലേ, നീ ഒന്നും പറയണ്ട, നിക്കണം അറിയവിടെ. ഇങ്ങനെ നല്ല കലപ്പില് യൂങ്കിച്ചൻ ഓടുന്നത് കാണുന്ന ജിമിൻഷി തല തെറിച്ചോടാണ് അവിടെ നിന്ന്. നിക്കടാ നാറി അവിടെ. ഒയ്യോ. പക്ഷേ ഈ വലിച്ചെറിഞ്ഞ കമ്പ് നേരെ പോയി അടിക്കുന്നത് ജെകെയുടെ തലയ്ക്കാണ്. ആ തല, ആഹാ അത്രയ്ക്കായ, ഇപ്പൊ കാണിച്ചുതരാം, എന്നെ അടിക്കുന്നു എന്നും പറഞ്ഞ് ജെകെ അവിടെ നിന്ന് ആ കമ്പ് വലിച്ചെറിയാണ്. അപ്പൊ ഇവിടെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഒരു പ്രശ്നവും പറ്റാതെ അടുക്കി വെച്ച് ഇങ്ങനെ അങ്ങോട്ടും വീഴാൻ പാടില്ല ഇങ്ങോട്ടും വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കെയർഫുള്ളായിട്ട് നടന്നു പോവാണ് വി. ആ സമയത്താണ് ജെകെ വലിച്ചെറിയുന്ന കമ്പ് വന്ന് ഈ പാത്രത്തിൽ അങ്ങനെ തട്ടുന്നത്. എല്ലാം ടപ്പ് പറഞ്ഞ് നേരെ അവിടെ ഉള്ള ഒരു ചെളിവെള്ളത്തിലേക്ക് അങ്ങ് വീഴാണ്. ആ പാത്രം വീണ ഫോഴ്സിൽ അവിടെ കൂടിക്കിടന്ന ചെളിവെള്ളവും കറക്റ്റ് വീടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടതും വീടെ മനസ്സ് അങ്ങനെ നുറുങ്ങി പോവാണ്. ആ മുഖവും വെച്ചോണ്ട് അവിടെ കിടന്ന കമ്പും എടുത്ത് ജെകെനെ ഓട്ടിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാ എല്ലാരും ഓടണേന്ന് നോക്കിക്കഴിഞ്ഞാ ഏറ്റവും ലാസ്റ്റ് വി അവിടെ കിടന്ന കമ്പും എടുത്ത് ജെകെനെ ഓട്ടിക്കുന്നുണ്ട്, ജെകെ യൂങ്കിച്ചനെ ഓട്ടിക്കുന്നുണ്ട്, യൂങ്കിച്ചൻ ജിമിൻഷി ഓട്ടിക്കുന്നുണ്ട്, ജിമിൻഷിക്ക് മുമ്പായിട്ട് ഹോബിച്ചൻ ഓടുന്നുണ്ട്, ഹോബിച്ചന് മുമ്പായിട്ട് ജൂണിച്ച ഓടുന്നുണ്ട്, ജൂണിച്ചന് മുമ്പായിട്ട് ജിന്നേട്ട ഓടുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ വരിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എണ്ണവും. അങ്ങനെ ഫുള്ള് ചോയ് മാൻഷന്
ചുറ്റും കിടന്ന് ഓടുകയാണ് അടിയുണ്ടാക്കിയിട്ട്. ഇവരെല്ലാം ഇങ്ങനെ വലം വെച്ച് ഓടുന്നത് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ചിരിച്ചിരിച്ച് നോക്കി കണ്ടോണ്ടിരിക്കാണ് ചോയ്മുത്തശ്ശൻ അവിടെ. അപ്പൊ അങ്ങോട്ടേക്ക് ചോയ്മുത്തശ്ശന്റെ സെക്രട്ടറി വരുവാണ്. സാർ. ആ താനോ പാടോ. ഇവന്മാര് വീണ്ടും തുടങ്ങിയോ? ആ തുടങ്ങി. എന്നും നടക്കുന്ന കാര്യമല്ലേ, ഇവന്മാർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതിയെന്നേ. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് കാണാൻ. ശരിക്കും പറഞ്ഞ ഇവന്മാര് വന്ന ശേഷം വീട് കുറച്ചൊക്കെ ഒന്ന് ഉണർന്നത്. അല്ല സാർ, ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. എന്താടോ താൻ ചോദിക്കേ. സാറ് വിചാരിച്ച ഇവന്മാരെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് പേരെ ജോലിക്ക് വെക്കാൻ പറ്റും. പിന്നെ എന്തിനാ സാർ ഈ മണ്ടന്മാരായിട്ടുള്ള ഈ പൊട്ടന്മാരെ തന്നെ ഇവിടെ സൗകര്യവും താമസവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എടോ, തടിമിടുക്കും ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള ഒരുപാട് പേരെ എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഇവന്മാരെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവന്മാരെ ഇനി എനിക്ക് മഷി ടോക്കിയാൽ പോലും കിട്ടത്തില്ല. സർ, സാറിനെ കൊല്ലാൻ വന്ന ആൾ വരെ അതിനകത്തുണ്ട്. ശരിക്കും താനീ പറഞ്ഞ സീരിയൽ കില്ലറിന് ഒരു കുഞ്ഞു കോഴിയെ പോലും കൊല്ലാൻ പറ്റത്തില്ല, പിന്നെയാണ് എന്നെ. അത് മാത്രമല്ലടോ, ഇവന്മാരിവിടെ നിൽക്കുന്നതിൽ എനിക്ക് വേറെ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടെന്ന് താൻ കൂട്ടിക്കോ. എന്താ സാർ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് നേരെ ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായി. അതങ്ങനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവനൊരു ഔട്ട്സൈഡറാ, എൻ്റെ എനിമിയൊക്കെ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ അവൻ കിണഞ്ഞു കിടന്ന് പരിശ്രമിച്ചാൽ പോലും ഈ വീട്ടിനെ പറ്റി കൂടുതലൊന്നും അറിയാൻ പറ്റില്ല. അവൻ എങ്ങനെയാ എൻ്റെ വീട്ടിന്റെ മുക്കും മൂലയും മനസ്സിലാക്കി കറക്റ്റ് എൻ്റെ റൂമിൽ തന്നെ വന്നത്? ഈ മാൻഷനിലുള്ള ഒരു സെക്യൂരിറ്റി ക്യാമറാസിൽ പോലും അവൻ പെട്ടില്ല. അതെങ്ങനെയാ സംഭവിച്ചേ? അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത പിൻവാതിൽ വഴി അവൻ വന്നത്. വളരെ സീക്രട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയ വഴി അവൻ എങ്ങനെ മനസ്സിലായി? അറിയില്ല സാർ. എങ്ങനെ ഇത്ര കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവുക? ഈ എല്ലാ ഡൗട്ടും ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോ അവന്മാരെനിക്കൊരു ആൻസർ പറഞ്ഞു തന്നു. എന്താണെന്നറിയോ? ഇല്ല സാർ, എന്നെ കൊല്ലാനായിട്ട് ആ ഒരു സീരിയൽ കില്ലറിനെ വരുത്തിച്ചത് ഈ വീട്ടിലുള്ള ആരോ ഒരാളാണെന്ന്. സാർ, യെസ്, ആ ആള് ചിലപ്പോ എന്റെ കൂടെ തന്നെ ഉണ്ടാവാം. ചിലപ്പോ ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവാം. ഈ വീട്ടിലൊരാളുടെ സഹായം ഇല്ലാതെ അവൻ ഈ ചോയ് മാൻഷനിലൊന്ന് കടക്കാൻ പോലും കഴിയില്ലായിരുന്നു. അല്ല സർ, ആ ആളാരാണെന്ന് കണ്ടുപിടിച്ചോ? യു മീൻ ഹൂ ഇസ് ദ ട്രൈറ്റർ? യെസ് സർ. ആരാന്ന് കണ്ടുപിടിച്ചോ? അങ്ങനെ ചോയ്മുത്തശ്ശൻ സെക്രട്ടറിയെ നോക്കി ഒന്ന് ചിരിക്കാണ്. അവിടെ അങ്ങനെ കട്ടിയാണ്. ദി എൻഡ്. ഒരു ചെറിയ സസ്പെൻസോടെ തന്നെ നിൽക്കട്ടെ. പിന്നെ ഇത് ഗലാട്ട കല്യാണത്തിന്റെ ഫസ്റ്റ് സീസൺ ആണ് ഈ എൻഡായത്. എൻ്റെ മോനെ, ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞു. നമ്മുടെ ഗലാട്ട കല്യാണത്തിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞു. എന്നിട്ടാണ് ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട ഒരു FF ഇല്ല. കാരണം ബാക്കി എല്ലാ എപ്പിസോഡും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എൻ്റെ 3-4 മാസമാണ് ഈ ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടി കളഞ്ഞേക്കുന്നത്. കാരണം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ സ്റ്റോറി എല്ലാം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഗലാട്ട കല്യാണം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് എപ്പിസോഡ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നില്ല. ഈ എപ്പിസോഡ് എത്ര ഫൺ ഫിൽഡ് ആണ് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും ടഫായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഒരാളെ കരയിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ഒരാളെ ചിരിപ്പിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. പ്ലസ് ഈ എപ്പിസോഡ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി, എന്നോട് ക്ഷമിക്കുക. ഈ എപ്പിസോഡിലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഒരാൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഇതൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഒട്ടും സംതൃപ്തി തന്നിട്ടില്ല. ഓരോ കമൻസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, നിങ്ങൾ തരുന്ന ഓരോ കമൻസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഓരോ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലതായാലും മോശമായാലും ഞാൻ വായിക്കുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് സീസൺ ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാം ഞാൻ പ്രീ റെക്കോർഡ് ചെയ്ത ശേഷം മാത്രമേ ഇനി ഞാൻ ഇട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. സോ എൻ്റെ ഹാർട്ട്ലി റിതം ഫാൻസിനോടുള്ള എൻ്റെ ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഐ എം സോ സോറി ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്തതാണ്, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഐ എം സോ സോറി ഗൈസ്. ഞാൻ എല്ലാ FFും ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം ഞാൻ തീർക്കുക. പക്ഷെ ഹാർട്ട്ലി റിതം ഞാൻ ഇപ്പോഴും തീർത്തിട്ടില്ല, അത് ഞാൻ ഉടനെ തീർക്കാൻ ശ്രമിക്കാം. എനിവേ, എല്ലാവർക്കും താങ്ക് യു. ഗലാട്ട കല്യാണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു FF വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ഐ ലവ് യു സോ മച്ച്. ആൻഡ് സാർ എങ്ങനെ ബോഗിഷിപ്പോ ആൻഡ് മിസ് യു സോ മച്ച്.